ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിൽ വരുന്ന ഹലോ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്, മ്യാവ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു പൂച്ച. ഇത് ഭയങ്കര ബുദ്ധിയാണ്. ലിഫ്റ്റ് എപ്പോൾ തുറക്കും, ലിഫ്റ്റ് തുറന്നുകൊണ്ട് അതിനകത്തോട്ട് കയറിയിരിക്കണം എന്നൊക്കെ അവന് നന്നായിട്ടറിയാം. അതുപോലെ ഇതാ ലിഫ്റ്റ് തുറക്കുമ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ടും അവൻ ക്ലിയറായിട്ട് അതിൻ്റെ ബെല്ല് കേൾക്കുമ്പോൾ ഇതാ തുറക്കാനായിട്ട് ഇങ്ങനെ മുട്ടിച്ച് നിൽക്കും. നമുക്ക് കാണുമ്പോൾ തോന്നി ഇവൻ്റെ മൂക്ക് മുട്ടുന്നുണ്ടായിരുന്നു ലിഫ്റ്റ് തുറക്കുന്നതിന്. ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ താഴെ ഉണ്ടെങ്കിൽ ഓടിച്ചാടി ഞങ്ങളുടെ കൂടെ വന്ന് ലിഫ്റ്റിൽ കയറി വീട്ടിലോട്ട് വരും. വീട്ടിൽ വന്നാൽ അവൻ്റെ ഹോബി സോഫയിൽ കയറി ഉറങ്ങുന്നതാണ്. ഈ സോഫയിൽ കയറി ഉറങ്ങുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് വേണ്ടിയിട്ട് ഉറങ്ങാനായിട്ടൊരു മെത്ത ഉണ്ടാക്കിയാലോ. അങ്ങനെയാണ് പഴയ ഒരു ചുരിദാറിൻ്റെ ടോപ്പും കൂടി എടുത്തിട്ട് 2-3 ലെഗിങ്സും പാൻറ്റൊക്കെ വെച്ചിട്ട് ഒരു മെത്ത തയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ടോപ്പ് എടുത്തു. അത് അതിൻ്റെ സ്ലിറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് 2 പീസാക്കി മുറിച്ചു. എന്നിട്ട് ഇത് പിന്നെ വേറൊരു ടോപ്പാണ്, ഒരു സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പാണ്. ആ ചുരിദാറിൻ്റെ ടോപ്പും നമ്മുടെ ടോപ്പും കൂടെ വെച്ചിട്ട് ഇതുപോലെ, എൻ്റെ എത്തിപ്പോൾ മിഷനൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ കൈത്തുന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ കൈത്തുന്ന് വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തയ്ച്ചെടുത്തു. അതിന് ശേഷം ഇതിൻ്റെ സ്ലീവ്സ് ഇതിൻ്റെ സ്ലീവ്ലെസ് ടോപ്പായിരുന്നു. അതിൻ്റെ സ്ലീവിലൂടെ അകത്തോട്ട് കയറ്റി അവിടെയും സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി. പിന്നെ ഞാൻ ചെയ്തത് ഇതിൻ്റെ സ്ലീവ്സും നെക്കും അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ സൈഡും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചു. ഒരു ലെഗിങ് എടുത്തു. പിന്നെ വേറൊരു പഴയ ബോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും അതിൻ്റെ കാലുകൾ അതിനകത്തോട്ട് ഇതുപോലെ അകത്തോട്ട് ഇട്ടിട്ട് ലെഗിങ്സിൻ്റെ ഉള്ളിലാക്കി. അപ്പോൾ ഡബിൾ ലെയർ പോലെ കിട്ടി. അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചുരിദാറിൻ്റെ പീസസ് ഉണ്ടല്ലോ, അപ്പോൾ സ്ലിറ്റിൻ്റെ അടുത്ത് വെച്ചതായതുകൊണ്ട് 2 പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് അതിനകത്തോട്ട് കുത്തി നിറച്ച് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബോർഡർ ആക്കിയിട്ട് കിട്ടി. അപ്പോൾ ഈ പാൻറ്റിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരു പില്ലോ പോലെയും അതിൻ്റെ സൈഡ് ഇങ്ങനെ ആ ബെൻറ്റിൻ്റെ മേലെ എഡ്ജസ് ആയിട്ടും എടുത്ത് ഷേപ്പാക്കി വെച്ച് അതും ഇതുപോലെ കൈ കൊണ്ട് തയ്ച്ച് ചേർത്തു. അപ്പോൾ അത് അകത്തും പുറത്തുമായിട്ട്, അതായത് പാൻറ്റ് ഒന്ന് അതിനകത്തേക്ക് ഇട്ടിട്ടുള്ള ഇതാണ്, ഇങ്ങനെയാണ് കിട്ടുന്നത്. വേസ്റ്റിൻ്റെ അടുത്തുനിന്നുള്ള അതായത് ഇതുപോലെ മടക്കി, മുന്നേ ഞാൻ സൂചിപ്പിച്ച പോലെ മടക്കി ഇതുപോലെ ഷേപ്പിൽ വെച്ചിട്ട് നമുക്കിത് കൈ കൊണ്ട് തയ്ച്ചെടുക്കാം. മെഷീൻ കയ്യിലുള്ളവർക്ക് മെഷീൻ ചെയ്യാം. ഇതുപോലെ ചുരിദാറിൻ്റെ വേസ്റ്റ് പീസസ് ഈ ലെഗിങ്സിനകത്തൂടെ കയറ്റി വെച്ചു. അപ്പോൾ നമുക്കൊരിത് കുറച്ച് തിക്കായിട്ട് മെറ്റീരിയൽ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തയ്ച്ചെടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൈഡൊക്കെ ഇതുപോലെ അകത്തൂടെ സ്റ്റിച്ചിങ് വെളിയിൽ കാണാത്ത വിധത്തിൽ എല്ലാം നീറ്റായിട്ട് തയ്ച്ചെടുക്കുക. നമുക്ക് വീട്ടിൽ വേസ്റ്റ് തുണികളുണ്ടെങ്കിൽ അതുപോലെ തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയൊക്കെ പരീക്ഷിച്ചിട്ട് നോക്കാവുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ രൂപം വരുന്നത്. പൂച്ചയുടെ കിടപ്പ് ഇങ്ങനെയാണല്ലോ ഇവൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവന് ഇത് ഇഷ്ടപ്പെട്ട് അതിൽ കിടക്കുമോ എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ സോഫയിൽ നിന്ന് ഞാൻ അവനെ പിടിച്ച് താഴെ ഇടാനുള്ള ശ്രമത്തിലാണ്. അവൻ ആ സോഫയിൽ അങ്ങനെ സൂചിച്ചുറങ്ങാണേ, ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ നോക്കുമ്പോഴേക്ക് അവനേതായാലും സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വന്നാലൊക്കെ കംഫർട്ടബിളായി അതിനകത്ത് തന്നെ അവൻ ഉറങ്ങുമായിരുന്നു. ആദ്യത്തെ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ കളിച്ചു. പക്ഷെ നല്ല കംഫർട്ടബിളായിട്ട് സുഖമായിട്ട് അവനത് ആദ്യം ഒന്ന് ടച്ചൊക്കെ ചെയ്ത് എന്താണെന്നറിയില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഹാപ്പി ആയിട്ട് എപ്പോഴും വന്നാലും ഇതിനകത്താണ് അവൻ്റെ ഉറക്കം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം മെനക്കെട്ടാലും അത് ഹാപ്പി ആയിട്ട് അതിൽ ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷം തോന്നി. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബെഡായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരും ഇങ്ങനെ പെറ്റ്സൊക്കെ ഉള്ളവർക്ക്, തയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. നല്ല വിൻ്ററിൽ റെക്കോർഡ് ചെയ്താണ്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട്.
കണ്ടില്ല, ആ ബെഡ് തൊടുന്ന തന്നെ അവന് ഇഷ്ടമാവുന്നില്ല. നിങ്ങളിതിൻ്റെ ഹെഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? പൂച്ചയായാലും ഭാഗ്യം ഉണ്ടായാൽ മതിയെന്ന്. ഇതാ ഈ പൂച്ചയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങിലുള്ള ഒരു ഫിലിപ്പിനോ പാസ്പോർട്ടൊക്കെ റെഡിയാക്കിയിരിക്കുക അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോഹയിൽ നിന്ന് ഫിലിപ്പീൻസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇവൻ. അടുത്ത തവണ വരുമ്പോൾ ഇവിടെ ഇവൻ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. കഥയും ബോധവും ഇല്ലാണ്ട് ഉറങ്ങാന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. അതുപോലെ ഇതാ സുഖമായിട്ട് ഒരാൾ ഉറങ്ങുന്നുണ്ട്. ഏതായാലും എൻ്റെ ബെഡ് അവന് ഇഷ്ടപ്പെട്ടു. സോ സ്വീറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അഭിപ്രായം അറിയിക്കണേ.